ഈ നമ്മുടെ ഓറ സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയിട്ട് പലരും ഓടി നടക്കുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ഓറ സ്ട്രെങ്ത് ആക്കി ഞാൻ നീ ബ്രഹ്മമാണ്, നീ രക്ഷപ്പെട്ടു. അത് വളരെ തെറ്റായൊരു ധാരണയാണ്. ഈ ഓറ സ്ട്രെങ്ത് കുറവും എങ്ങനെയാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് സൂക്ഷ്മമായ ഏകാഗ്രമായിട്ട് നമ്മൾ ഇടപെടുമ്പോഴെല്ലാം ശരീരബോധം കുറയുന്നുണ്ട്. ശരീരബോധം കൂടുമ്പോൾ നമ്മുടെ പ്രാണശക്തി കുറയുകയാണ് ചെയ്യുന്നത്. അത് ഭൗതികത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ ബോധം സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ വെളിയിലേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുന്നത് ആ വസ്തുവിനെയാണ്. നമ്മുടെ തിരിച്ചറിവാണ് നമ്മുടെ ബോധം. ആ തിരിച്ചറിയുന്ന വസ്തുവിലേക്ക് നിങ്ങളുടെ ബോധം സഞ്ചരിക്കുന്നത് ശരീരം വിട്ടാണ്. നിങ്ങളുടെ ശരീരബോധം കുറഞ്ഞാണ് പോകുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ശ്വാസഗതി വളരെ കുറവായിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി. ഒരു മാവിൽ ഒരു മാങ്ങ നിൽപ്പുണ്ടെങ്കിൽ ആ മാങ്ങയെ സൂക്ഷ്മിച്ച് നോക്കുക. ആ മാങ്ങയെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്വാസം എടുക്കാൻ മറന്നു പോകുന്നതാണ്. ശ്വാസത്തിൻ്റെ വേഗത കുറയുന്നതാണ്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഇരിക്കുന്നത് നിങ്ങൾ വെളിയിലേക്കാണ് നോക്കുന്നത്. വെളിയിലേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ ബോധം പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോയും ബ്രെയിൻ എന്ത് ചെയ്യും, അതിനെ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രവർത്തനം ചെറിയ മന്ദതയുണ്ടാകും. അതുപോലെയാണ് കർമ്മം. ഇതുമായി ബന്ധപ്പെട്ട, അത് മറ്റ് വ്യക്തികളുടെ കാത്, കണ്ണ്, മൂക്ക് തുടങ്ങിയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ത്വക്കുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ ചിന്തകളിലേക്ക് പോകുമ്പോൾ വെളിയിൽ വ്യാപരിക്കുന്നതിന് തുല്യമാണ്. അതായത് നമ്മൾ സീനറി കാണത്തില്ലേ, അതുപോലെ വെളിയിൽ വ്യാപനം തുല്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ ശക്തി ശരിക്കും സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിയിൽ കണക്ട് ചെയ്തിരിക്കണം. ആ വ്യക്തി കാണണമെന്നില്ല. പിന്നെ ഓൾറെഡി നിങ്ങളുടെ ബോധം ആ വ്യക്തിയിൽ കണക്റ്റഡ് ആണ്. അതാണ് ടെലിപ്പതി നടക്കുന്നില്ല. ടെലിപ്പതി ഞാൻ നനച്ചിരിക്കുന്ന സമയത്ത് അത് കോൾ ചെയ്തു, അപ്പോൾ നിങ്ങളുടെ ബോധം അവിടെ കണക്റ്റഡ് ആണ്. അപ്പം നിങ്ങളുടെ ശക്തി കുറവായിരിക്കും ഈ സമയം. നിങ്ങളുടെ ശരീരബോധത്തിൽ ഇരുന്നു കൊണ്ടാണ് വെളിയിലേക്ക് വ്യാപരിക്കുന്നത്. ഇനി ഏതെങ്കിലും മന്ത്രം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് ഏതെങ്കിലും ധ്യാനം ചെയ്യുമ്പോഴോ ഓറ ഹൈ ആവുന്നതായിട്ട് പറയുന്നു. എന്തുകൊണ്ടാണ്? നിങ്ങൾ ശരീരബോധത്തിൽ നിന്ന് വിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് കണ്ണടച്ച് പോകുമ്പോൾ ആ ഒരു വസ്തുവിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഓറ സ്ട്രെങ്ത് ആവും. നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ട്രെങ്ത് ആവുന്നത് നിങ്ങൾ പ്രാണനിലേക്ക് ലയിക്കുകയാണ്. അപ്പോൾ ഏകാഗ്രമാകുമ്പോൾ നിങ്ങൾ എവിടെയാണ് ഏകാഗ്രം മന്ത്രം ജപിക്കുന്നു, അല്ലെങ്കിൽ ആ ആത്മീയമായി ബന്ധപ്പെട്ട ബഹുമാനമായിട്ട് ബന്ധപ്പെട്ട ഭൗതികമല്ലാത്ത ഒരു വസ്തുവിൽ നിങ്ങൾ ലയിക്കുമ്പോൾ നമ്മൾ രണ്ടാണ്, ഒന്ന് ശരീരവും ഒന്ന് ആത്മീയത്വം. അപ്പോൾ ശരീരബോധം കുറഞ്ഞത് വെളിയിലോട്ടല്ല പോയേക്കണേ, നിങ്ങളുടെ ആത്മീയതത്വത്തിലോട്ട്. അപ്പോൾ ഓറ സ്ട്രെങ്ത് ആവുന്നതാണ്. വീണ്ടും നിങ്ങളുടെ ചിന്തകൾ വന്നിട്ട് വെളിയിലേക്ക് വ്യാപരിക്കുക, ഓറ കുറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ രണ്ട് തത്വങ്ങളിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട് മാറുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഓറയുടെ ചേഞ്ചസ്. സ്ഥിരമായിട്ട് ഏതെങ്കിലും അത്തരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഓറ സ്ട്രെങ്ത് ആയി തന്നിരിക്കും. പക്ഷേ നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ ശരീരബോധത്തിലാണ് എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു 2 തത്വം 3 തത്വം ഉണ്ട്. അതിൽ ഭൂമി തത്വം ആകാശ തത്വം ഉണ്ട്. ഭൂമി തത്വത്തിന് സ്ട്രെങ്ത് ആവാം.